നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു UPSC ആസ്പിരൻ്റ് വന്നു. അപ്പോൾ ആള് വളരെ മികച്ച രീതിയിൽ UPSC പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്ന ഒരാളാണ്. UPSCൻ്റെ പല സ്റ്റേജുകളിലും പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ഇതായിരുന്നു, KS പോലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കൊല്ലത്തെ UPSC സ്കിപ്പ് ചെയ്തിട്ട് KS അറ്റംപ്റ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ KS UPSC സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് രണ്ടും കിട്ടാത്ത അവസ്ഥ വരുമോ? ഇതായിരുന്നു ഡൗട്ട്. എനിക്കറിയാം ഈ ഒരു ഡൗട്ടുള്ള കുറേ UPSC ആസ്പിരൻസ് ഇന്ന് കേരളത്തിലുണ്ട്. അപ്പം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ വെൽക്കം. നമ്മൾ എങ്ങനെ UPSC ആസ്പിരൻറ്റിന് ഒരു KS എക്സാം ബ്രിഡ്ജ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എന്ത് ഗ്യാപ്പ് നികത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPSC പഠിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ UPSCയിലുള്ള അറിവ് വെച്ചുകൊണ്ട് തന്നെ KS പാസ്സാവാം. എന്നാൽ എന്തുകൊണ്ട് KSന് മാത്രമായി ചില പഠനം ആവശ്യമാണ് എന്നതുകൂടെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ടാവും. സോ മുഴുവനായിട്ട് കാണുക. UPSC ആസ്പിരൻസ് ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഓക്കെ, ഫസ്റ്റ് തിങ്, KS എക്സാമിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. KS എക്സാം എന്നുള്ളൊരു കേഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെൻറ് ഓഫ് കേരള പറഞ്ഞിരിക്കുന്നത് KS എന്നുള്ളത് UPSCയിലോട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞേ, KS എന്നുള്ളത് IASലോട്ട്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോട്ടുള്ള ഒരു ഫീഡർ കാറ്റഗറി ആയിട്ട് തന്നെയാണ് ഡിസൈൻ സ്റ്റേജിൽ തന്നെ KSനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ KS എക്സാം ആദ്യം വന്ന സമയത്ത് തന്നെ KSൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ KSൻ്റെ സ്റ്റേജസ് എല്ലാം UPSCയോട് ഭയങ്കര സിമിലർ ആയിരുന്നു. ചില സബ്ജക്റ്റുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം UPSC പരീക്ഷ പോലെ തന്നെയാണ് KS എക്സാമും. അതാണ് UPSCക്കാർക്കുള്ള ആദ്യ അഡ്വാൻറ്റേജും. അപ്പോൾ ഇവിടെ 3 ഘട്ടമായിട്ടാണ് എക്സാം: പ്രിലിമിനറി, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ. പ്രിലിമിനറി 2 പേപ്പറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ UPSCയിലുള്ള പോലെ പേപ്പർ 2 എന്നുള്ളത് CSAT ഒന്നുമല്ല. GKയും ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെയുള്ളത് തന്നെയാണ് പേപ്പർ 2. എന്നാൽ മെയിൻസ് എന്നുള്ള പേപ്പർ, അല്ലെങ്കിൽ മെയിൻസിലുള്ള 3 ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ ഏകദേശം UPSC രൂപത്തിൽ തന്നെയാണ്. പക്ഷേ സബ്ജക്റ്റുകൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഏതൊക്കെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ഉള്ളതെന്ന്. ആൻഡ് അതിന് പുറമെ 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും സ്പേസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അല്ലാതെ 10 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും 150 വാക്കിലും 250 വാക്കിലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് എവിടെ കിട്ടില്ല, KS എക്സാമിന് കിട്ടില്ല. അത് സത്യം പറഞ്ഞ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് UPSC മോഡലിൽ ഡിസ്ക്രിപ്റ്റീവ് എഴുത്ത് പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക്. ദെൻ ഇൻ്റർവ്യൂ എന്നുള്ളത് UPSC ആസ്പിരൻറ്റിന് അവിടുത്തെ അതേപോലെയുള്ള അതേ അപ്രോച്ച് തന്നെയാണ് ഇവിടെയും നിങ്ങൾ എടുക്കേണ്ടത്. ആൻഡ് സ്കീം ഓഫ് എക്സാമിനേഷൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പ്രിലിമിനറി, മെയിൻസ്, ഇൻ്റർവ്യൂ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പേപ്പർ 1 ഒബ്ജക്റ്റീവ് നമ്മൾ സിലബസ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് എനിക്ക് എന്ത് എക്സ്ട്രാ പഠിക്കണമെന്ന് പറഞ്ഞു തരണം, അവിടെ ഞാൻ പറയാം. എങ്കിലും ഇംഗ്ലീഷിൽ നടക്കുന്ന എക്സാമുകളാണ്. പേപ്പർ 1 മാത്സ് ഒഴികെ ബാക്കി എല്ലാം ജനറൽ ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ ജനറൽ GK ടോപ്പിക്കുകളാണ്. അവിടെ അതാണ് പേപ്പർ 1. 100 മാർക്കിന് 90 മിനിറ്റിൻ്റെ എക്സാമുകളായിരിക്കും. പേപ്പർ 2ൻ്റെ അകത്ത് നിങ്ങൾക്ക് GKയ്ക്ക് പുറമെ മലയാളവും ഇംഗ്ലീഷും 30 മാർക്കിനും 20 മാർക്കിനും ഉണ്ട്. അങ്ങനെ അതൊരു 50 മാർക്ക്, ബാക്കി 50 മാർക്ക് GK, ടോട്ടൽ 100 മാർക്ക്. അത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ 3 GK പേപ്പറുകളാണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ എഴുതാനുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ദെൻ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ സ്റ്റേജ്. ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം, ആസ് UPSC പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 70% എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു 65 മുതൽ 70% വരെ പഠിക്കാനുള്ള ഏരിയകൾ, നോട്ട് പഠിക്കാനുള്ള ഏരിയകൾ വരുന്ന മാർക്ക് ഇതേ പെർസെൻറ്റേജ് ആണെന്നുള്ള അറിവല്ല ഞാൻ ഇതുവഴി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ചെറിയ മാറ്റമുണ്ട്. ഞാനത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോയുടെ തുടർന്ന് പോകുമ്പോൾ ഞാനത് പറയാം. 70%-ഓളം ടോപ്പിക്കുകൾ സെയിം ആണ് നിങ്ങൾക്ക് UPSCക്കും KS എക്സാമിന് പഠിക്കാൻ. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ ഇതാണ് ഈ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. അത് UPSCയിൽ കൺവെൻഷനലി നമ്മൾ, അല്ലെങ്കിൽ ഒരു വലിയ ആസ്പിരൻ്റ് കമ്മ്യൂണിറ്റി സ്കിപ്പ് ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ട്. പല ആൾക്കാർക്കും പല പോലെ ആയിരിക്കും എന്ന് എനിക്കറിയാം. സ്റ്റിൽ പൊതുവെ പ്രിലിംസ് എത്തി മെയിൻസ് എത്താത്ത ആൾക്കാർ, അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് പഠിക്കാത്ത ആൾക്കാർ, ഇവരെല്ലാം അല്ലെങ്കിൽ മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിലിംസിൽ വരുന്ന ചോദ്യങ്ങൾ പോട്ടെ എന്ന് വെച്ചുകൊണ്ട് മെയിൻസിൻ്റെ ഏരിയയ്ക്ക് പ്രിലിംസിൻ്റെ സമയത്തും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, ഇവരെല്ലാം കോമൺലി ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് KSന് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ, ആൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി, മാത്സ്. CSAT എങ്ങനെയെങ്കിലും ജയിക്കുമെന്ന് കരുതി കോംപ്രഹെൻഷൻ പഠിക്കാൻ പോകുന്ന ആൾക്കാർ മാത്സ് ഇവിടെ 15 മാർക്കിനോളം ചോദ്യം വരും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ ഇന്ത്യൻ എക്കണോമിയുടെ ഭാഗങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗങ്ങൾ, ഇത് നിങ്ങൾക്ക് വിട്ടുകൊണ്ട് KS എക്സാം പഠിക്കാൻ പറ്റില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ പറ്റില്ല. ഞാൻ മാർക്ക് വെച്ച് കാണിച്ചു തരാം.
രണ്ട്, കേരള മോഡ്യൂൾസ് നിങ്ങൾ പേടിക്കേണ്ട കാര്യം തന്നെയാണ്. പേടിക്കേണ്ട കാര്യം എന്ന് പറയുന്ന സമയത്ത് ആ അർത്ഥത്തിലല്ല, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യം തന്നെയാണ് കേരള മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിന് പുറമെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 സബ്ജക്റ്റുകൾക്കുള്ള പ്രിലിമിനറി എക്സാമിലെ വെയിറ്റേജും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റ് ഞാൻ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സിലബസ് എടുത്തുകൊണ്ട് അവിടെ എന്തായിരിക്കും നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരിക എന്നൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ എത്രമാത്രം ടോപ്പിക്കുകൾ എക്സ്ട്രാ വരുന്നുണ്ട്, എന്തൊക്കെ നിങ്ങളിവിടെ നിർബന്ധമായും ഫോക്കസ് ചെയ്യണം എന്നെല്ലാം ഒന്ന് ഓർക്കാം. ഓക്കെ, അപ്പോൾ കേസിൻ്റെ സിലബസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് തന്നെയാണ് മെയിൻസിൻ്റെ സിലബസും വരാൻ പോകുന്നത്. അത് പക്ഷേ 3 പേപ്പറുകളായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പേപ്പർ 1 അല്ലെങ്കിൽ GS 1 ആദ്യം ഉള്ളത് ഹിസ്റ്ററിയാണ്. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഷ്യൻറ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ. രണ്ടും സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യയുടെ അകത്ത് തന്നെ നിങ്ങൾ UPSCക്ക് പഠിക്കുന്ന സെയിം സംഭവം തന്നെ 18th സെഞ്ചുറി മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ആൻഡ് അവിടെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസും ഇവിടെ തന്നെയാണെന്നറിയാം. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് കേരള ഹിസ്റ്ററി. 18th സെഞ്ചുറി മുതലുള്ള മതി, അതിന് മുമ്പുള്ളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ 18th വളരെ ഡിഫൈൻഡ് ആയ സിലബസ് തന്നെയാണ്, ഇന്ന് തന്നെയാണ് ചോദ്യവും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് മുതൽ കേരള സ്റ്റേറ്റിൻ്റെ ഫോർമേഷൻ മുതൽ നമ്മുടെ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ വരെ ചോദ്യമായിട്ട് വരാം. മനസ്സിലായല്ലോ? അപ്പോൾ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇപ്പോൾ ലാൻഡ് റീഫോം പോലെയുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റീഫോം പോലെയുള്ള ലാൻഡ്മാർക്ക് നിയമങ്ങളടക്കം എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് വരാം. പക്ഷേ 18th സെഞ്ചുറി മുതലുള്ളത് മതി. ഓക്കെ, ദെൻ പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യത്തിൻ്റെ എണ്ണം ഞാൻ ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ദെൻ വേൾഡ് ഹിസ്റ്ററി 18th സെഞ്ചുറി മുതലാണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മുതൽ ആൻഡ് കമ്മ്യൂണിസം, ക്യാപിറ്റലിസം പോലെ പോസ്റ്റ് വേൾഡ് വാർ സിനാരിയോ വരെ നിങ്ങൾക്ക് സിലബസിലുണ്ട്. ദെൻ കൾച്ചറൽ ഹെറിറ്റേജ് നിങ്ങൾ മുമ്പ് ഒരു കാരണവശാലും പഠിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കേരള കൾച്ചർ ഹെറിറ്റേജ് നിങ്ങൾ PSC എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആർട്ട്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചറിൻ്റെ അകത്തൊരു കൾച്ചർ കണ്ടിട്ടുണ്ടാവും. അതല്ല ഇത്, അല്ലെങ്കിൽ അത്രയല്ല ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ ആർട്ട് ഫോമുകൾ, ലിറ്ററേച്ചർ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, അതിൻ്റെ എല്ലാം സാലിൻ ഫീച്ചേഴ്സ്, ഇനി ഇതെല്ലാം സൊസൈറ്റീനെ എങ്ങനെ സ്വാധീനിച്ചു, നമ്മുടെ ട്രൈബൽ കൾച്ചർ, ഈവൻ നമ്മുടെ ഫോക്ക് കൾച്ചർ, നമ്മുടെ മലയാളം ലാംഗ്വേജിന് ലിറ്ററേച്ചറിൻ്റെ ഇവല്യൂഷൻ. അപ്പോൾ അതൊരു വലിയ സിലബസ് ആയിട്ട് അത് മാറുകയാണ്. ഓക്കെ, അപ്പോൾ മലയാളം ഓപ്ഷനിലെടുത്ത ആൾക്കാർക്ക് അറിയാം ഇത് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അതുവരെ സിലബസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമായിട്ട് കേരള കൾച്ചറൽ ഹെറിറ്റേജ് കൂടെ മാറും. കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഗവേണൻസ്, ജസ്റ്റിസ്, IR, അതായത് നിങ്ങളുടെ GS 2ൻ്റെ ഭാഗമായിട്ട് വരുന്നതും നിങ്ങൾ UPSC പ്രിലിമിനറി എക്സാമിൽ പഠിക്കുന്ന പൊളിറ്റി എന്നുള്ള സബ്ജക്റ്റും ഇത് രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ സിലബസായി. അപ്പോൾ കാരണം സോഷ്യൽ ജസ്റ്റിസ് എല്ലാം ഇതിൻ്റെ അകത്തുള്ള ഇൻക്ലൂഡിങ് നിങ്ങളിപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യാത്ത ചില ഏരിയാസ് ഞാൻ ഇവിടെ ഇട്ടുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ് ഇഷ്യൂസ്, ഹ്യൂമൻ റൈറ്റ്, വുമൺ റൈറ്റ്, ചൈൽഡ് റൈറ്റ്, ഇങ്ങനെ തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ഗവൺമെൻറ് പോളിസീസ്, അതിൽ വരുന്ന ഇവല്യൂഷൻസ്, കമ്മീഷൻസ്, എക്സെട്ര, ഇത് സിലബസിൻ്റെ ഭാഗമാണെന്നറിയാം. ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകൾ, പോഷ് ആക്ട് പോലെയുള്ള കാര്യങ്ങൾ, പോക്സോ ആക്ട്, RTA ആക്ട്, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ ഇവിടെ വരും, ഈ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ ലാൻഡ് റവന്യൂ ലോസ്, ലാൻഡ് റീഫോം, ലാൻഡ് റവന്യൂ ഇൻക്ലൂഡിങ് ഇൻ കേരളത്തിലെ ഭാഗം ഇവിടെ ചോദ്യമായിട്ട് വരാം. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ UPSCയിൽ പഠിച്ചു കാണില്ല. അപ്പോൾ ഇത് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ട് വരുമെന്ന് അറിയാം. റീസണിങ്, മെൻ്റൽ എബിലിറ്റി, അരിത്തമെറ്റിക് അറിയാലോ, ഇത് CSATന് പഠിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്നറിയാം. പക്ഷെ സ്റ്റിൽ ഇവിടെ 15 മാർക്കോളം കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പറ്റില്ല. ജോഗ്രഫിയുടെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് നടക്കുന്നത്. ആൻഡ് ഇവൻ കേരള ജോഗ്രഫി അടക്കം, ആകെ കേരള എന്നുള്ളൊരു വാക്ക് അവിടെ ഉള്ളൂ എങ്കിലും നിങ്ങൾ കേരളത്തിലെ റിവേഴ്സ്, കേരളത്തിലെ 3 ടൈപ്പ് ഓഫ് ലാൻഡ്, അല്ലെങ്കിൽ കേരളത്തിലെ സോയില്, അങ്ങനെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഭാഗത്ത് പഠിക്കേണ്ടി വരും. ആൻഡ് അതറിയാം, സോഷ്യൽ എക്കണോമിക് ജോഗ്രഫി വരെ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ ജോഗ്രഫി, എക്കണോമിക് ജോഗ്രഫി ഒന്നും അവിടെ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ സെൻസസ് അടക്കം എടുത്ത് ചോദ്യം ചോദിച്ചുകൊണ്ട് ഹ്യൂമൻ ജോഗ്രഫിയിലോട്ടടക്കം ചോദ്യം കയറി വരുന്നുണ്ട്. സോ ജോഗ്രഫിയിലെ ഈ ഒരു ആസ്പെക്റ്റുകൾ സിലബസിൻ്റെ അകത്തുണ്ട് എന്ന് UPSCക്കാർ ശ്രദ്ധിക്കാം. ഓക്കെ,
ദെൻ എക്കണോമി ആൻഡ് പ്ലാനിങ്ങിൻ്റെ അകത്താണ് ഇന്ത്യൻ എക്കണോമി ഇൻഡിപെൻഡൻസ് സമയം മുതൽ ഇതുവരെയുള്ള ഇന്ത്യൻ എക്കണോമിയുടെ ഇവല്യൂഷൻ, അല്ലെങ്കിൽ അവിടെയുള്ള പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് പോലെയുള്ള കാര്യങ്ങൾ, വേരിയസ് സെക്ടറിൽ വന്ന നമ്മുടെ ഗ്രോത്ത്, അഗ്രികൾച്ചർ സെക്ടർ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങൾ മെയിൻസിൽ GS3 പഠിക്കുന്ന അതേ കാര്യം തന്നെ, ലാൻഡ് റീഫോം, ടെക്നോളജിക്കൽ ചേഞ്ച്, ഗ്രീൻ റവല്യൂഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം. ദെൻ ഇൻഡസ്ട്രിയൽ പോളിസി, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസും അവരുടെ പെർഫോമൻസ്, അങ്ങനെ തുടങ്ങി സ്പെഷ്യൽ എക്കണോമിക് സോൺസ് പോലെ, കൊമേഴ്സ് പോലെ, അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ വരും, സിലബസിലുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സിലബസിലെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, ചോദ്യം വന്നിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി എനർജി, പവർ, ഇപ്പോൾ റോഡ്, എയർപോർട്ട്, നമ്മൾ നാഷണൽ ഹൈവേയുടെ എല്ലാം ഒരുപാട് ചർച്ച നടക്കുന്ന കോണ്ടെക്സ്റ്റിൽ അതെല്ലാം ചോദ്യമായിട്ട് വരാനുള്ള ചാൻസ് കൂടും. ദെൻ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഓഫ് പോപ്പുലേഷൻ ഓവർ ദി ടൈം, ഓക്കെ, ആൻഡ് ഗ്രോത്ത് റേറ്റ്, ജെൻഡർ പെർസ്പെക്റ്റീവ്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് വേരിയസ് ഇൻഡസ്ട്രി, നിങ്ങൾ XDA പോലെയുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി UPSC പഠിക്കുന്നതാണ്, സ്റ്റിൽ അത് സിലബസിൻ്റെ ഭാഗമാണെന്ന് അറിയാം. ഓക്കെ, ദെൻ പബ്ലിക് ഫിനാൻസ്, ആ ഭാഗം UPSCയിൽ നമ്മൾ പഠിക്കുന്ന മാക്രോ എക്കണോമിക്സിൽ നിങ്ങൾ പഠിച്ച സെയിം കാര്യം തന്നെയാണ്, സിലബസിൻ്റെ അകത്തുണ്ട്, ഇൻക്ലൂഡിങ് GST ഉണ്ടെന്നറിയാം. ദെൻ ട്രെൻഡ് കോമ്പോസിഷൻ, ഇന്ത്യയുടെ ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സിലബസ് കയറി വരുന്നിട്ടുണ്ട്. 2 എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ UPSCക്ക് പഠിക്കാത്തത് ആൻഡ് ഇവിടെ ചോദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗം, ദാറ്റ് ഈസ് 1, 8ാമത്തെ മോഡ്യൂളിൽ തന്നിരിക്കുന്ന എക്കണോമി ഓഫ് കേരള സ്റ്റേറ്റ് ആൻഡ് ഓവർവ്യൂ. അവിടെ നിങ്ങൾ ഇന്ത്യൻ എക്കണോമി പഠിച്ച പോലെ തന്നെ ഇവിടെ കേരള എക്കണോമിയെക്കുറിച്ചുള്ള ഒരു നല്ല ധാരണ വേണം, ഇൻക്ലൂഡിങ് പോപ്പുലേഷൻ, നമ്മുടെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ, ഇനി നമ്മുടെ വേരിയസ് പോളിസീസിൽ വന്ന നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവല്യൂഷൻ, IT, പ്രവാസി, ഫോറിൻ റെമിറ്റൻസ്, ഇതെല്ലാം ഈ ഒരു ഭാഗത്താണ് വരിക. ദെൻ 9ാമത്തെ മോഡ്യൂൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ദാറ്റ് ഈസ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ നല്ല വശങ്ങൾ, അതിൻ്റെ മോശം വശങ്ങൾ, അതിൽ എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, അവിടെ നമ്മൾ ലാൻഡ് റീഫോമിൻ്റെ കാര്യം പഠിക്കണം, സോഷ്യൽ സെക്യൂരിറ്റി സെക്ടറിൽ നമ്മുടെ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് പഠിക്കണം, അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പഠിക്കണം, അത് സസ്റ്റൈനബിൾ ആണോ എന്ന് പഠിക്കണം, എല്ലാം ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി സിലബസിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്ന ഇവല്യൂഷൻ, വേരിയസ് പ്രോമിനൻറ്റ് സയൻറ്റിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ പോളിസീസ്, അതെല്ലാം ചേർന്നത് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെയാണ് ഒരു ഭാഗമെങ്കിൽ, സെക്കൻഡ് പാർട്ട് ICT ആണ്. ഇവിടെ ICTയിൽ വരുന്ന മാറ്റം, ഡേ ടു ഡേ ലൈഫിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, വേരിയസ് ഗവൺമെൻറ് സ്കീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗവേണൻസ് സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, സൈബർ ക്രൈം പോളിസി, റോബോട്ടിക്സ്, AI, MIS, എല്ലാം ICT എന്നുള്ള ഒരൊറ്റ ഭാഗം. ദെൻ എല്ലാ എക്സാമുകൾക്കും സയൻസ് ആൻഡ് ടെക് പഠിക്കുന്ന എല്ലാ സിലബസുകളിലുള്ള ഒന്ന് സ്പേസും ഡിഫൻസും. സ്പേസ്, ഇന്ത്യ ആൻഡ് വേൾഡിലെ കാര്യങ്ങൾ, ഡിഫൻസ് എസ്പെഷ്യലി DRDOയും അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ഡിഫൻസിൽ വരുന്ന മാറ്റങ്ങൾ പറയണം. ദെൻ എനർജി റിക്വയർമെൻറ്റും എഫിഷ്യൻസിയും സയൻസ് ആൻഡ് ടെക്കിൻ്റെ ഭാഗമായുള്ള സിലബസാണ്. വേരിയസ് ടൈപ്പ് ഓഫ് എനർജീസ്, ഇന്ത്യയിലെ എനർജിയുടെ അവസ്ഥ, സസ്റ്റൈനബിൾ ആണോ, ന്യൂക്ലിയർ പോളിസി എന്താ, എല്ലാം ഇവിടെയാണ്. ദെൻ നിങ്ങൾ UPSC പ്രിലിംസിനെല്ലാം പഠിക്കുന്ന എൻവയൺമെൻറ്റൽ സയൻസ്, അത് ഒരു ഹോൾ മോഡ്യൂൾ ഇവിടെ സയൻസ് ആൻഡ് ടെക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. സോ എൻവയൺമെൻറ്റൽ ലോസ്, വേരിയസ് ഇപ്പോൾ ബയോം പോലെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെ ചെറിയ കൺസെപ്റ്റ് മുതൽ ഇന്ത്യ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എടുക്കുന്ന നീക്കങ്ങൾ വരെ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വരെ എവിടെയാണ്, ഈ സിലബസിൻ്റെ അകത്താണ്. പൊല്യൂഷൻ, ബയോടെക് എല്ലാം ഇവിടെയാണെന്നറിയാം. ദെൻ കറണ്ട് ഇവൻറ്റ്സ് ഓഫ് കോഴ്സ് സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. തന്നെ പറഞ്ഞു ലാംഗ്വേജ് പ്രൊവിഷ്യൻസി, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളമുണ്ട്. ഇനി അതല്ലാത്തവർക്ക്, മലയാളം അല്ലാത്തവർക്ക് കന്നഡ, തമിഴ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ 30, 20, 50 മാർക്കിന് ഇംഗ്ലീഷും മലയാളം ഉണ്ടെന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഇത് തന്നെയാണ് മെയിൻസിൻ്റെ സിലബസ്. ആൻഡ് മെയിൻസിൻ്റെ അതേ ഏതൊക്കെ പേപ്പറിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നും, അതല്ലാതെ ഈ പറഞ്ഞ ഇത്രയും കേരള മോഡ്യൂളൊന്നും MEM എന്നൊക്കെ പറയുന്നതിന് സത്യത്തിൽ കഴിഞ്ഞ കേസിൽ എത്ര മാർക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ സിലബസ് നിങ്ങൾ കണ്ടു, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും അവിടെ കേരള മൊഡ്യൂൾസ് എന്താണ് എന്നും, അവിടെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്തൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ മാർക്ക് പോകുക എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണും. ഇനി മെയിൻസിലോട്ട് വരുവാണെങ്കിൽ, മെയിൻസ് ഞാൻ ആദ്യം പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് പോലെയാണ് എങ്കിലും 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ സ്പേസ് അത് അതുപോലെ തന്നെയാണ് ഇത്തവണയും കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയും ചെറിയ സ്പേസേ ഉള്ളൂ. ഇവിടേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ 1000, 2000 വാക്ക് ഒരു ടോപ്പിക്കിന് പഠിച്ച് അത് 150 വാക്കിലോട്ട് ചുരുക്കാൻ തന്നെ പെടുന്ന പാട് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ അത്രയും കണ്ടന്റ് അതിലോട്ട്, എന്നാൽ വേണ്ട എല്ലാ കണ്ടന്റുകളും വരും വേണം.
ഇവിടെ അത് 3 മാർക്കിൻ്റെ സ്പേസിലോട്ട് നിങ്ങൾ ചുരുക്കേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബൈ പ്രാക്ടീസ് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ രീതിയിലുള്ളൊരു എഴുത്ത് പരീക്ഷ പ്രാക്ടീസ് ചെയ്യുന്ന കേസ് മെൻറ്റർ പോലെ ഒരു സ്ഥലത്ത് എത്താൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, ദെൻ മെയിൻസിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, സെയിം സിലബസ് ആണ്. അവിടെ GS1, GS2, GS3 3 പേപ്പറുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. GS1 നിങ്ങൾക്കുള്ള ഹിസ്റ്ററി മാത്രമാണ്. ഞാൻ പറഞ്ഞു അവിടെ ആൻഷ്യൻ, മിഡീവൽ ആൻഡ് 18th സെഞ്ചുറി മുതലുള്ള വേൾഡും കേരളയും, then modern Indian history including post independence consolidation and Kerala cultural heritage. ഇതാണ് പേപ്പർ 1 അഥവാ GS1. പേപ്പർ 2 അഥവാ GS2ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, ജസ്റ്റിസ് ആൻഡ് IR ഫസ്റ്റ് പാർട്ട്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലെ രണ്ടിലെയും കറണ്ട് അഫയേഴ്സ്. പേപ്പർ 3 അഥവാ GS3ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്കണോമി ആൻഡ് പ്ലാനിങ്, വേർ ഇന്ത്യൻ എക്കണോമിയും കേരള എക്കണോമിയും എല്ലാം ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആൻഡ് very important, geography and it includes Kerala and Indian geography also ഞാൻ പറഞ്ഞു. ആൻഡ് അതിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടി വരും, മെയിൻസിലെ പേപ്പർ 3 പഠിക്കേണ്ടി വരും. സോ ഈ 3 പേപ്പറുകളായിട്ട് 300 മാർക്കിനാണ് എന്തുണ്ടാവുക, നിങ്ങളുടെ മെയിൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവുക. ഇനിയും ഇത്ര ഞാൻ പറഞ്ഞു കേരളത്തിലെ ഭാഗങ്ങൾ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയണമെന്ന്. അത് ഞാനൊന്നുകൂടെ പറയാം, ഇവിടുന്ന് ഒന്നുകൂടെ. അപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് എത്രമാത്രം കേരളത്തിലെ ഭാഗങ്ങൾ അല്ലെങ്കിൽ നോൺ UPSC ഭാഗങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നൊന്ന് നമുക്കറിയണ്ടേ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ KS എക്സാമിൽ നടന്ന പ്രിലിമിനറി മെയിൻസ് എക്സാമിൽ ഈ നോൺ UPSC ഏരിയയിൽ നിന്ന് വന്ന മാർക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നോക്കിക്കേ, 15/2020, 16/2020. ഞാൻ ഈ ഒരു പ്രിലിമിനറി എക്സാം സ്റ്റേജിൽ ഫസ്റ്റ് പേപ്പർ 1ൽ അഥവാ 15/2020 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന 100ൽ 39 ചോദ്യം വേണമെങ്കിൽ നോൺ UPSC ഏരിയ എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതിൽ 24 ചോദ്യവും കേരള മോഡ്യൂളാണ്. നോക്കിയേ, അപ്പോൾ മാർക്ക് വൈസ് ഉള്ള ആ 70% ടോപ്പിക് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നമ്മൾ നമ്പർ ഓഫ് ചോദ്യത്തിലോട്ട് വരുമ്പോഴും മാർക്കിലോട്ട് വരുമ്പോഴും 24 മാർക്ക് കേരള മോഡ്യൂളിൽ നിന്നും 15 മാർക്ക് മാത്സിൽ നിന്നും വന്നിരിക്കുന്നു. മാത്സ് UPSCക്കാർ പഠിക്കുന്നുണ്ടാവും. സ്റ്റിൽ അപ്പർ എഡ്ജാണ് ഞാൻ പറഞ്ഞത് 39. എങ്ങനെ പോയാലും 24 കേരള മോഡ്യൂൾ മാർക്ക് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചോളം പുതിയത് തന്നെയാണ്. അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കൺസിഡറിങ് ഇത്തവണ കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യും, കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും, കൂടുതൽ UPSC ആൾക്കാർ കേസ് ഫോക്കസ് ചെയ്തുകൊണ്ട് കേസ് മെൻറ്റർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ബ്രിഡ്ജ് കോഴ്സ് എടുക്കുന്നുണ്ട്. 16/2020 ഇതിൻ്റെ പേപ്പർ 2ൽ നടന്നതിൽ 62 മാർക്ക് അപ്പർ എഡ്ജിൽ നോൺ UPSC ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ കേരള മോഡ്യൂളിൽ നിന്ന് മാത്രം 12 മാർക്കും 50 മാർക്ക് ഇംഗ്ലീഷും മലയാളമാണ്. ഇനി ഇംഗ്ലീഷ് നമ്മൾ അവിടെ വൊക്കാബ് ഒന്നും ഫോക്കസ് ചെയ്തുകൊണ്ട് CSAT നിങ്ങൾ പഠിക്കുന്നില്ല. ഇത് വേറൊരു മോഡ് ഓഫ് ഇംഗ്ലീഷ്, ഗ്രാമറും ഇംഗ്ലീഷ് വൊക്കാബും ചേരുന്നതാണ് ഇവിടെ. അല്ലെങ്കിൽ CSAT പോലെ അല്ല എന്ന് ഞാൻ പറയാണ് PSC എക്സാം എന്ന് പറയുന്നത്. ഇവിടെ വേറെ രീതിയിൽ ഇംഗ്ലീഷ് പഠനം തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനി അത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വെക്കുക, എങ്കിലും 30 മാർക്ക് മലയാളം ഉണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുക പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. 62 മാർക്കോളം നിങ്ങൾ കയ്യിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാം. അതായത് 62, 39, 60, 30, 90, 99, ഓൾമോസ്റ്റ് 101 മാർക്കോളം 200ൽ പുറത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മാത്സും ഇംഗ്ലീഷും കൺസിഡറിങ് അത് കൂട്ടി തന്നെ ഞാൻ പറയാണ്. അപ്പോൾ അത് ഭയങ്കര അലാമിങ് കാര്യമാണ്. ഇതിന് ഈ രീതിയിൽ ഇതുവരെ UPSCക്കാർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇങ്ങനെ തന്നെ KS എക്സാമിനെ അപ്രോച്ച് ചെയ്യണം. മെയിൻസിൻ്റെ കാര്യം എടുത്താൽ 3 പേപ്പറുകളുണ്ട്. 52/2020 ഞാൻ ആദ്യത്തെ പ്രാവശ്യം നടന്നതാണ് എടുക്കുന്നത്, കേസിന് ശേഷമുള്ളതല്ല. 53/2020, 54/2020 എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം. 52/2020 എന്ന മെയിൻസ് പേപ്പറിൽ 26 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 14 ചോദ്യങ്ങളും നിങ്ങളുടെ പുറത്തുനിന്നായിരുന്നു. അതായത് കേരള മോഡ്യൂൾ മാത്രം 100ൽ 47 മാർക്ക് കൊണ്ടുപോയി. എന്നാൽ ഓൾമോസ്റ്റ് നിയർ 50% ഓഫ് പേപ്പർ 1 കേരള മോഡ്യൂൾ കൊണ്ടുപോയി. കാരണം എന്താ, അത് ഹിസ്റ്ററി മാത്രമാണുള്ളത്. അവിടെയാണ് കേരള ഹിസ്റ്ററി, അവിടെയാണ് കേരള ഹെറിറ്റേജ്. കേസ് പോലെ പരീക്ഷ നടക്കുമ്പോൾ അതിന് ഫോക്കസ് കൂടുതൽ കൊടുത്തുകൊണ്ട് ചോദ്യ പേപ്പർ ഡിസൈൻ ചെയ്യൽ സ്വാഭാവികമാണ്. 53/2020 കേരള സ്പെസിഫിക് എന്ന് മാത്രം എടുത്ത് പറയാൻ തക്ക ചോദ്യങ്ങളില്ല. എന്നാൽ 54/2020 പേപ്പർ 3ൽ 26 ചോദ്യത്തിൽ അഗെയിൻ 6 ചോദ്യം
കേരള സ്പെസിഫിക് ആയിരുന്നു. അതായത് 100-ൽ 22 മാർക്ക് എന്തായിരുന്നു? കേരള സ്പെസിഫിക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ തന്നെ 40-ഉം 20-ഉം 60, 67 ഉണ്ട് 69, 300-ൽ 69 മാർക്കോളം കേരള മോഡ്യൂൾ മാത്രം. ഇവിടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒന്നും ഇല്ലേ, കേരള മോഡ്യൂൾ മാത്രം കൊണ്ടുപോയി. അപ്പോൾ ഡിയർ UPSC ആസ്പിരൻസ്, നിങ്ങൾ ഈ ഒരു കണക്ക് തന്നെ മനസ്സിലാക്കണം. ഇത്രയും ഇമ്പോർട്ടൻസ് കേരള മോഡ്യൂളിന് പുറത്ത് പ്രിലിമിനറിയിൽ നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നുള്ള ഭാഗത്തിനുമുണ്ട്. ഇത് ബ്രിഡ്ജ് ചെയ്യാതെ നമുക്ക് മറികടക്കൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചില ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ അല്ലാതെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാതെ എന്തെങ്കിലും വെച്ച് പഠിക്കാതെ പോയി ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ് എന്ന് കാണിക്കാൻ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ. ഇപ്പോൾ വിച്ച് കിങ്ഡം ഹാഡ് മാട്രിയാർക്കി ഇൻ സൗത്ത് ഇന്ത്യ? ഡയറക്ട്ലി കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. അല്ലെങ്കിൽ ഓർഗനൈസേഷനും അതിൻ്റെ ഫൗണ്ടറും ഇൻക്ലൂഡിങ് വിദ്യാഭൂഷണി പോലെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേരളത്തിലെ സെൻസസ് ഡാറ്റ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമാജിൻ ദാറ്റ് സെക്സ് റേഷ്യോ ഇൻ കേരള ഡിക്രീസസ് ഫ്രം 2011 സെൻസസ് ടു 2021 സെൻസസ് വിച്ച് കുഡ് ഹൈപ്പോത്തറ്റിക്കലി ബീൻ റീസൺ എമംഗ് ദ ഫോളോവിങ്. എന്തായിരിക്കും അതിനുള്ള കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് കേരളത്തെ, ഞാൻ പറഞ്ഞു കേരള എക്കണോമിയുടെ അകത്ത് അല്ലെങ്കിൽ എക്കണോമി ആൻഡ് പ്ലാനിങ്ങിൻ്റെ അടുത്ത് കേരള എക്കണോമി ഉണ്ട്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും ഉണ്ട്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഭയങ്കര അനലിറ്റിക്കലി ആ ഒരു ഭാഗം ഒരു നല്ല ക്ലാസ് കേട്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഏരിയകളും സിലബസിൻ്റെ അകത്തുണ്ടെന്നറിയാം. മെയിൻസിന് വരുമ്പോഴോ കുറച്ചുകൂടെ നമ്മളെ അത് ബുദ്ധിമുട്ടും. കാരണം മെയിൻസിന് അവിടെ എലിമിനേഷൻ ഒന്നും പോസിബിൾ അല്ല, അല്ലേ? അപ്പോൾ വൈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് കാൾഡ് അൺസസ്റ്റൈനബിൾ? വെരി ഡയറക്റ്റ്, പക്ഷെ അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന ചോദ്യം 3 മാർക്കിൻ്റെ. ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് സെക്കൻഡ് ജനറേഷൻ ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ കേരള? അല്ലെങ്കിൽ വാട്ട് ആർ ദ മോഡേൺ പോളിസി ഓഫ് മൈസൂർ റൂളേഴ്സ് ദാറ്റ് ട്രാൻസ്ഫോർഡ് ദി ട്രഡീഷണൽ സൊസൈറ്റി ഓഫ് മലബാർ? Evaluate the importance of Parsi revolts and anti-colonial struggles of Kerala. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഈവൻ കൾച്ചറൽ എടുത്തു കഴിഞ്ഞാൽ ഹൗ ഡിഡ് ദ മിഷനറി ആക്ടിവിസം ഇവോൾവ് എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മോഡേണൈസേഷൻ പ്രോസസ് ഓഫ് കേരള? അപ്പോൾ അങ്ങനെ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ഭാഗത്തു നിന്നും ഈവൻ നമ്മൾ പ്രിലിംസിൻ്റെ ഇതിൽ തന്നെ നമ്മൾ വേറൊരു ചോദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ പറയുമ്പോൾ നമ്മുടെ ഇന്ദുലേഖ ബേസ് ചെയ്തുകൊണ്ട് അതെങ്ങനെ ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സോഷ്യൽ ചേഞ്ച് കേരളത്തിൽ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ച് വന്ന ചോദ്യം കാണിച്ചു തന്നിരുന്നു. ഇങ്ങനെ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന ഭാഗത്തു നിന്നും, ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്നും, എക്കണോമി എന്ന ഭാഗത്തു നിന്നും, കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്തു നിന്നെല്ലാം വളരെ അനലിറ്റിക്കലായ ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ പ്രിലിംസിനുണ്ടായിരുന്നത്, കഴിഞ്ഞ മെയിൻസിനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ UPSC സ്കിപ്പ് ചെയ്യണം എന്നല്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങി. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് ആ 70% ടോപ്പിക്കുകൾ പോട്ട് 65% ടോപ്പിക്കുകൾ നമ്മുടെ കയ്യിലാണ്. ബാക്കി 35% ടോപ്പിക്കുകൾ പഠിക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPSC സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ബാക്കി 65% ടോപ്പിക്കുകൾ സ്ട്രോങ് ആക്കാൻ UPSC പ്രിപ്പറേഷൻ ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രിഡ്ജ് ചെയ്യാനുള്ള വഴികൾ നോക്കുക. നിങ്ങൾക്കറിയാം മെയ് 25-നാണ് UPSCയുടെ പ്രിലിമിനറി എക്സാം, ജൂണിലാണ് KSൻ്റെ പ്രിലിമിനറി എക്സാം, ഒക്ടോബറിലാണ് KSൻ്റെ മെയിൻസ് എക്സാം, ഓഗസ്റ്റിൽ UPSCയുടെ മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇപ്പോൾ ഓഗസ്റ്റ് മെയിൻസ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ 2 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾ അതിനുള്ള ക്ലാസ്സുകൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് റിവിഷനും ടെസ്റ്റ് സീരീസിനും എഴുത്ത് പ്രാക്ടീസിനൊക്കെ ഉപയോഗിക്കാം. UPSC മെയിൻസ് എഴുതിക്കൊണ്ട് തന്നെ എത്രയോ ആൾക്കാർ കഴിഞ്ഞ തവണ അങ്ങനെ പാസ്സായത് നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ കാര്യം ഇതാണ്, അവർ ഈ ഡാറ്റ പഠിച്ചവരാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന രീതിയിൽ ഇതാണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കിയതാണ്. അവരെ മുന്നിൽ പക്ഷേ ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സ്റ്റിൽ അവർ ഈ 30% പിന്നെ പഠിക്കാന്നുള്ള കോൺഫിഡൻസോടെ പോയവരാണ്. ഇപ്പോൾ പ്രിലിമിനറി പരീക്ഷ നിങ്ങളെടുത്താലും UPSC പ്രിലിമിനറിയുടെ കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് ജൂണിൽ വീണ്ടും നിങ്ങൾക്ക് സമയമുണ്ട്, 1 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇപ്പോഴേ നമ്മളെ ട്രസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ KS നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന UPSC ബ്രിഡ്ജ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കേരള മോഡ്യൂൾസും നിങ്ങളുടെ മാത്സ് ഇംഗ്ലീഷ് മലയാളവും എല്ലാം സെറ്റാക്കുന്ന കാര്യം നമ്മളേറ്റു. ഇങ്ങനെ നമുക്കറിയാം ഏതൊക്കെ മേഖലയിൽ നിന്ന് നിങ്ങൾ സ്ട്രോങ് ആവണം, നിങ്ങളുടെ UPSCയിൽ അറിവ് വെച്ചുകൊണ്ട് KS പാസ്സാവാൻ എന്നുള്ളത്. അപ്പോൾ ചില്ലറ മാർക്കല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്നതിൻ്റെ അർത്ഥം എന്താണ്? UPSC എന്നതിൻ്റെ അർത്ഥം എന്താ? UPSC സ്കിപ്പ് ചെയ്യണം എന്നല്ല.
UPSC സ്കിപ്പ് ചെയ്യാതെ KS പാസ്സാകുന്നതിനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് KS മെൻറ്ററിൻ്റെ ബ്രിഡ്ജ് കോഴ്സ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഇത് എങ്ങനെ പാസ്സാക്കണമെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. UPSC ആസ്പിരൻ്റ് ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ. അപ്പോൾ UPSC ആസ്പിരൻസ് ഈ വീഡിയോ മുഴുവനായി കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.